മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് അവസാനിപ്പിക്കും. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കേരളം നിവേദനം നൽകി. സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയത് 100 കണക്കിന് മനുഷ്യരാണ്. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിക്കും. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കാം. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം. സെപ്റ്റംബർ 2-ന് അങ്ങനെ ഒരു ജില്ലയിലെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസഭ അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ശാശ്വത പുനരധിവാസം സാധ്യമാകുന്നതുവരെ താൽക്കാലിക കെട്ടിടത്തിന്റെ വാടക സർക്കാർ നൽകും. ദുരന്തബാധിതർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വിളിക്കാൻ ടോൾ ഫ്രീ നമ്പറും നിലവിൽ വന്നു. 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് വിശദീകരിച്ച് കേന്ദ്രത്തിന് കേരളം ആദ്യഘട്ട മെമ്മോറാണ്ടം നൽകി. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 53 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. ഇനി ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് അതിവേഗം കടക്കേണ്ടതുണ്ട്. ശാശ്വതമായ കുറ്റമറ്റ രീതിയിലുള്ള പുനരധിവാസത്തിന്റെ പ്രവേശനോത്സവം വൈകാതെ നടക്കണം. ടീം 24 വയനാട്.